നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇവയെല്ലാം എവിടുന്ന് വരുന്നു എന്നതിനെക്കുറിച്ചൊന്നും നമ്മളാരും അത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ ജീവജാലങ്ങളും അവരുടെ ഉള്ളിൽ നടക്കുന്ന നൂറുകണക്കിന് പ്രവർത്തനങ്ങളും അവയുടെ പരിസ്ഥിതിയുമായിട്ടുള്ള അനവധി കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും. നമ്മൾ വിചാരിക്കുന്നത് പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മളിന്ന് ഭൂമി കീഴടക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ വഴി ഒരുപാട് നേട്ടങ്ങൾ മെഡിസിനിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ബാക്കിയുള്ള പല മേഖലകളിലും നമുക്ക് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ പേര് ഡോക്ടർ സേവിച്ചൻ പി ജെ. ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ മുൻ അധ്യാപകനാണ്. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മനുഷ്യൻ്റെ നിലനിൽപ്പും ഹരിത പരിതസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പരിതസ്ഥിതിയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഭാഗമെന്ന്. പക്ഷേ അതേസമയം തന്നെ നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇവയെല്ലാം എവിടുന്ന് വരുന്നു എന്നതിനെക്കുറിച്ചൊന്നും നമ്മളാരും അത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ ജീവജാലങ്ങളും അവരുടെ ഉള്ളിൽ നടക്കുന്ന നൂറുകണക്കിന് പ്രവർത്തനങ്ങളും അവയുടെ പരിസ്ഥിതിയുമായിട്ടുള്ള അനവധി കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും. നമ്മളതിനൊന്നും ഒരു വിലയും ഇടാറില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ അല്ല കുടിക്കുന്ന ജലത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും ഒന്നും ചിന്തിക്കുന്നില്ല. ഈ പ്രകൃതിയിൽ, ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾ പരസ്പരം സഹകരിച്ച്, പരസ്പരം ആശ്രയിച്ച്, പരസ്പര സഹകരണത്തോടുകൂടിയാണ് അവയുടെ നിലനിൽപ്പ് തന്നെ. അവർക്ക് അവരുടെ നിലനിൽപ്പിന് അവരുടേതായിട്ടുള്ള തന്ത്രമുണ്ട്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള ഒരു നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക തന്ത്രമൊന്നുമില്ല. അവൻ ഹ്രസ്വകാലം കൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. നമ്മൾ ജീവജാലങ്ങളെ കണ്ട് പഠിക്കേണ്ടതാണ്. അവ ഒരിക്കലും അവയുടെ ജീവിതത്തിൽ ഒരിക്കലും നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങൾ ഒരിക്കലും അമിതമായി ഉപയോഗിക്കുകയോ അമിതമായി ചൂഷണം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നില്ല, അവ ഒന്നും നശിപ്പിക്കുന്നുമില്ല. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ആവാസവ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്ക് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു അതിജീവന തന്ത്രമുണ്ട്. അത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയുള്ളതാണ്. പ്രകൃതിയിലെ വിഭവങ്ങൾ അവനൊരിക്കലും അമിതമായി ഉപയോഗിക്കുന്നില്ല, മലിനപ്പെടുത്തുന്നില്ല, നശിപ്പിക്കുന്നില്ല. ഇത് മനുഷ്യൻ മാതൃകയാക്കേണ്ടതാണ്. ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനും മറ്റുള്ള അനവധി ജീവജാലങ്ങളും പ്രകൃതിയിലെ മറ്റ് അജീവനമായിട്ടുള്ള അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള റിസോഴ്സസും എല്ലാം കൂടെ കൂടിച്ചേരുന്നതിനാണ് നമ്മൾ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരസ്പര സഹകരണം ആരോഗ്യകരമായ രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ ഉപയോഗിക്കുന്നത് സസ്റ്റൈനബിൾ
മെത്തേഡിലായിരിക്കണം. നമ്മുടെ ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ പങ്കിട്ട ഒരു വീടാണ് ഭൂമി എന്ന് പറയുന്നത്. അതിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവിടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആ ഭൂമിയെ സംരക്ഷിക്കേണ്ട അവകാശമുണ്ട്. ഇത് പച്ചയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു ജീവജാലങ്ങളും നടത്തുന്നില്ല, മനുഷ്യനൊഴികെ. അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മനുഷ്യന് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം മനുഷ്യനാണ് ഭൂമിയിലെ വിഭവങ്ങൾ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നത്. ഭൂമിയിലെ വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഭൂമിയിലുള്ള പല പ്രകൃതി വിഭവങ്ങളും വരും തലമുറയ്ക്ക് ലഭ്യമാകാതെ വരികയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയെ ഒരിക്കലും നമുക്ക് സുസ്ഥിരമായിട്ടുള്ള അവസ്ഥയായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഭൂമിയുടെ സുസ്ഥിരത എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും നിയന്ത്രിച്ച് അവരുടെ ആവശ്യം നിറവേറ്റുമ്പോൾ മനുഷ്യൻ മാത്രം അത് നിയന്ത്രിച്ചല്ല നിറവേറ്റുന്നത്. അവൻ താൽക്കാലികമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നു. അതുവഴി വരും തലമുറയ്ക്ക് നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രകൃതിയിലെ സമ്പത്തോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ശുദ്ധവായുവോ ശുദ്ധജലമോ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ഈ ഒരു കാലാവസ്ഥയും വരും തലമുറയ്ക്ക് ലഭ്യമാകാതെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു വിചാരമില്ലാതെ നമ്മൾ കൂടുതൽ റിസോഴ്സസ് നമ്മുടെ തൽക്കാല ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിളായിട്ട് അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഇടപെടലല്ല നമ്മുടെ ഭൂമിയിൽ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് അതുവഴി ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ടാകുന്നുണ്ട്. അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ വൈവിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജൈവ വൈവിധ്യം കുറയുന്നത് ഏകദേശം 8.5 ദശലക്ഷം സ്പീഷീസാണ് ഇതുവരെ വംശനാശം വന്നിരിക്കുന്നത്. അപ്പോൾ വംശനാശത്തിൻ്റെ വേഗത പണ്ടത്തേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലെ വിഭവങ്ങളുടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും പണ്ടത്തേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ ഭൂമിയിലെ വിഭവങ്ങൾ നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന മനുഷ്യനാണ്. അവൻ്റെ സൗകര്യത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ദോഷങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന കൂടുതലും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആഗോള താപനം കൂട്ടുന്നു എന്നുള്ളതാണ്. ആഗോള താപനില കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ കാരണമുണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷനാണ്. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതിട്ട് അധികം നാളായിട്ടില്ല. ഏകദേശം 1950 കൂടിയാണ് നമ്മൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിലേക്ക് വിടുവാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പണ്ടത്തേക്കാൾ കൂടുന്നു, അതനുസരിച്ച് ആഗോള താപനില കൂടുന്നു. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ അമിതമായിട്ടുള്ള കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിന്നിപ്പോൾ ചെയ്യുന്നത് കൂടുതലും രാസവളങ്ങളാണ്. ഈ രാസവളങ്ങളെന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് പെട്രോളിയം ഫ്യൂവൽ കത്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്നത് വഴിയാണ് നമ്മുടെ ഈ ഭൂമിയിൽ രാസവളം ഇവിടെ ഉണ്ടാകുന്നത്. രാസവളം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് കൂട്ടിച്ചേർത്താണ് അമോണിയ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് രാസവളം ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ രാസവളം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. 1 കിലോ നൈട്രജൻ വളം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 1.5 കിലോ ഫോസിൽ ഫ്യൂവൽ തൊട്ട് 3 കിലോ ഫോസിൽ ഫ്യൂവൽ വരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് പെട്രോളിയം ഫ്യൂവൽ കത്തിച്ച് നമ്മൾ രാസവളം ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടമാനം പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ കൃഷി തുടങ്ങിക്കഴിയുമ്പോഴും നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നും 1 ഹെക്ടറിൽ നിന്ന് ഏകദേശം 22 കിലോ നൈട്രസ് ഓക്സൈഡും 1100 കിലോ കാർബൺ ഡൈ ഓക്സൈഡുമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളം തന്നെയാണ്. അപ്പോൾ രാസവളം കൊണ്ട് വളരെയധികം ഗുണമുണ്ട്. നമ്മുടെ കൃഷിയിലുള്ള
വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്ന രാസവളമാണ്. അപ്പോൾ ഈ രാസവളം വന്നതോടുകൂടി ഉണ്ടായ നമ്മുടെ ഭൂമിയുടെ മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ തന്നെ സൂക്ഷ്മാണുക്കൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ പിടിച്ച് അത് വളമാക്കി മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ രാസവളം നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി അവയുടെ ആക്ടിവിറ്റീസ്, അവയെല്ലാം ഒരു മിനി അമോണിയ ഫാക്ടറി തന്നെയാണ് നമ്മുടെ സൂക്ഷ്മാണു ജീവികളിലുള്ളത്. അപ്പോൾ ഈ രാസവളം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവയുടെ നൈട്രജൻ പിടിക്കുന്ന ആ ഒരു മെഷീനറി സ്റ്റോപ്പായി പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവ്, നൈട്രജൻ ഫിക്സ് ചെയ്ത് അമോണിയ ആക്കുന്നതിൻ്റെ അളവ് പണ്ടത്തേതിൽ നിന്നും കുറഞ്ഞു. കാരണം ഭൂമിയിൽ അല്ലാതെ തന്നെ അമോണിയ രാസവളത്തിലൂടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവയുടെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന മെഷീനറി ഓഫായി പോവുകയാണ്. അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതനുസരിച്ച് ആഗോള താപനില കൂടി. ആഗോള താപനില കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിച്ചിരിക്കുന്നത് പല ജൈവ വൈവിധ്യങ്ങളുള്ള നമ്മുടെ ഈ ഭൂമിയിൽ പല ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജൈവവൈവിധ്യം നിലനിർത്തുന്നത് തന്നെ നമ്മുടെ ഈ അനുകൂലമായ കാലാവസ്ഥയിലാണ്. അപ്പോൾ താപനില കൂടുന്നു. താപനില കൂടുന്നതിൻ്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സമുദ്രത്തിലെ ടെമ്പറേച്ചർ കൂടുന്നു, ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അപ്പോൾ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ നമ്മൾ കാരണമായിട്ടുണ്ടാകുന്ന ആഗോള താപനിലയിലുള്ള വർധനവും, അതുപോലെ തന്നെ ജൈവവൈവിധ്യത്തിൻ്റെ കുറവും, അതുപോലെ തന്നെ നമ്മൾ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി കൂടുതൽ വനനശീകരണം നടത്തുന്നത് വഴിയും സംഭവിക്കുന്നത് പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രാജുവലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും മഞ്ഞുരുകുന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നു. സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുമ്പോഴേക്കും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ സമുദ്ര സമ്പത്ത് കുറയുന്നു. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം മനുഷ്യൻ്റെ നിലനിൽപ്പ് പ്രശ്നമായി വരുമ്പോഴേക്കും ഗവൺമെൻറ് കൂടുതൽ സാമ്പത്തികം അതിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലതും പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഒരു പ്രശ്നം കാരണം അനവധി പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴേക്കും ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്കിന് ബ്രേക്ക് വരികയാണ്. അപ്പോൾ അത് ജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ജീവജാലം പ്രകൃതിയിൽ നിന്ന് ഇല്ലാതാവുകയാണെങ്കിൽ അത് കാരണമുണ്ടാകുന്ന പല ഡാമേജും ഭൂമിയിലുണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കണക്കാക്കുന്ന കുറേ ബീസ് അല്ലെങ്കിൽ കുറേ ഈച്ചകൾ പോളിനേഷൻ നടത്തുന്നതാണ്. ഏതെങ്കിലും ഒരു വർഗത്തിൽപ്പെട്ട ഒരു ഈച്ച ഇല്ലാതെ വരികയാണെങ്കിൽ, ആ ഒരു ഫ്ലൈസ് ഇല്ലാതെ വരികയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പോളിനേറ്റ് ചെയ്യുന്ന പല സസ്യങ്ങളുടെയും ആ ജീവിതചക്രം ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും മനുഷ്യന് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കുന്നത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന തലമുറയാണ്. ഒരുപക്ഷെ ഈ ആഘാതം വഴി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നത് ഈ തലമുറയ്ക്ക് തന്നെയായിരിക്കും. ഈ തലമുറ തന്നെയാണ് ഇതിൻ്റെ ആഘാതം അനുഭവിക്കുന്ന ആദ്യത്തെ തലമുറയും. ഈ തലമുറയ്ക്ക് തന്നെയാണ് വാസ്തവത്തിൽ ഈ ആഘാതത്തിൽ കുറവ് വരുത്തുവാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ തലമുറയും ചിലപ്പോൾ നമ്മളായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള വസ്തുക്കൾ നമ്മുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഇപ്പം ഉദാഹരണമായിട്ട് കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന വഴി എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്ഷനിൽ. പ്ലാസ്റ്റിക് അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വഴി അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മാണത്തിലൂടെ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഏകദേശം ഒരു വർഷം 400 ദശലക്ഷം പ്ലാസ്റ്റിക്സാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 400 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക്കിൽ പകുതി പ്ലാസ്റ്റിക്സും ക്വാളിറ്റി കുറഞ്ഞതാണ്, പുനരുപയോഗിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സാണ്. അതിൽ 10% പ്ലാസ്റ്റിക് മാത്രമേ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ
10% പ്ലാസ്റ്റിക് മാത്രമേ നമ്മൾ പുനരുപയോഗിക്കുന്നതായിട്ടുള്ളൂ. അതുപോലെ തന്നെ 20-23% പ്ലാസ്റ്റിക്കുകളും വേസ്റ്റായിട്ട് മാറുകയാണ് സമുദ്രത്തിലേക്ക്. അത് മഴ പെയ്യുമ്പോൾ അടുത്ത റിവറിലെത്തുന്നു, അവിടുന്ന് അത് ലേക്കിലെത്തുന്നു, അത് കഴിഞ്ഞത് സമുദ്രത്തിലെത്തുന്നു. അപ്പോൾ സമുദ്രത്തിലേക്കാണ് ഈ പ്ലാസ്റ്റിക്കുകൾ കൂടുതലും ചെല്ലുന്നത്. ഈ പ്ലാസ്റ്റിക്സ് കാരണം പറയുന്നത് 2050 ആകുമ്പോഴേക്കും ഏതാണ്ടൊരു 7ാമത്തെ കോണ്ടിനെൻ്റ് തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് കാരണം ഏകദേശം 70% സമുദ്രത്തിലെ ജീവജാലങ്ങളെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ വളരെ ഗണ്യമായിട്ട് നമ്മൾ കുറയ്ക്കണം. ഏകദേശം നമ്മൾ 50% പ്ലാസ്റ്റിക്കെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50% പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, 50% പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നത് അവോയ്ഡ് ചെയ്യാനും പറ്റും. അതേസമയം തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വഴി ഉണ്ടാകുന്ന മറ്റുള്ള ദൂഷ്യവശങ്ങൾ നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അതുപോലെ നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഭൂമിയെ കീഴടക്കുകയല്ല. നമ്മളിന്ന് ഭൂമിയെ കീഴടക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ വഴി ഒരുപാട് നേട്ടങ്ങൾ മെഡിസിനിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ബാക്കിയുള്ള പല മേഖലകളിലും നമുക്ക് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം തന്നെ ശാസ്ത്രം തന്നെ വരുത്തി വച്ചിട്ടുള്ള പല കോട്ടങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പല നേട്ടങ്ങളും നമുക്കിന്ന് ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത ചില നേട്ടങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ നോബൽ പ്രൈസ് കിട്ടിയ ഒരു കാര്യമാണ് രാസവള നിർമ്മാണം. അതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വേറൊന്നാണ് കീടനാശിനി നിർമ്മാണം. അതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വേറൊന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ രാസവളവും കീടനാശിനിയും പ്ലാസ്റ്റിക്കും ഒക്കെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ ഇവ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. നമ്മുടെ ആധുനിക കൃഷി രീതിയിൽ നമ്മൾ മുഖ്യമായിട്ടും അവലംബിക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ്. ഈ രാസപദാർത്ഥങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും രാസവളങ്ങൾ, അതുപോലെ തന്നെ കീടനാശിനികൾ, രാസകളനാശിനികൾ, രാസകുമിൾനാശിനികൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കൃഷിക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള എല്ലാ കൃഷി സസ്യങ്ങൾക്കും കാർഷിക മേഖലകളിലും നമുക്ക് ഇതുപോലെയുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ വളരെ അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, രാസവളം നമ്മൾ ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ രാസകീടനാശിനികളും രാസകളനാശിനികളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ ഈ വിളവിലൂടെ നമുക്ക് മനുഷ്യരാശിയുടെ വിശപ്പകറ്റാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ രാസവളം ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് മൂലകങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ രീതിയിലും ബാലൻസ്ഡ് ആയിട്ടുള്ള മൂലകങ്ങളല്ല നമ്മൾ രാസവളത്തിലൂടെ കൊടുക്കുന്നത്. നമുക്ക് വിളവ് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം പ്രകൃതിയിൽ ഈ കൊടുക്കുന്ന രാസവളങ്ങൾക്ക് തുല്യമായിട്ടുള്ള പല സാധനങ്ങളുമുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ മുമ്പ് പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളിൽ ഈ അന്തരീക്ഷത്തിലെ നൈട്രജൻ പിടിക്കുന്ന മെഷീനറീസും ഉണ്ട്. അതിന് നമുക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ ഉപയോഗിച്ച് അമോണിയ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 600 ഡിഗ്രി ടെമ്പറേച്ചർ 1200 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ രാസവളം നിർമ്മിക്കുന്നത്. എന്നാൽ ഭൂമിയിലുള്ള സൂക്ഷ്മജീവികൾ ഈ സാധാരണ ഊഷ്മാവിലും സാധാരണ പ്രഷറിലും അവയുടെ കോശങ്ങളിൽ ഇതേ പ്രക്രിയ തന്നെ നടത്തി രാസവളത്തിൽ കാണുന്ന അതേ രീതിയിലുള്ള അമോണിയ
മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ആ അമോണിയ ഉപയോഗിച്ച് അത് പ്രോട്ടീനും പല പ്രോഡക്ട്സും അതിൻ്റെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവ വളരുന്ന സ്ഥലത്ത് അന്തരീക്ഷത്തിലെ നൈട്രജനും അതുപോലെ തന്നെ മറ്റുള്ള മൂലകങ്ങളും അവയുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ കൃഷിക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ രാസവളം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വർഷവും രാസവളം കൂട്ടുമ്പോഴേക്കും നമ്മുടെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവാംശത്തിൻ്റെ അളവ് കുറയുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ വർഷം 10 കിലോ നൈട്രജൻ്റെ രാസവളം ഇടുന്നു. അപ്പോൾ 10 കിലോ നൈട്രജൻ്റെ രാസവളം ഇടുമ്പോഴേക്കും അതിനേക്കാൾ കൂടുതലായിട്ട് പ്രകൃതിയിലുള്ള ജീവാണുക്കൾ നൽകുന്ന ആ ജൈവിക ഘടകങ്ങളും കൂടെയുണ്ട്. പക്ഷേ അടുത്ത വർഷം 10 മാറ്റി നമ്മൾ 20 ആക്കേണ്ടി വരുന്നു. 20 ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ജീവജാലങ്ങളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ അതേ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ രാസവളത്തിൻ്റെ അളവ് കൂട്ടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും, അല്ലെ കുറേ നാളുകൾ, ഓരോ 5 വർഷം കഴിയുമ്പോൾ, അല്ലെ 10 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാസവളത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുവാൻ നമ്മൾ നിർബന്ധിതരായിത്തീരുകയാണ്. കാരണം നമുക്ക് ഇന്ന് കിട്ടുന്ന റിസൾട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയിലുള്ള അണുക്കളുടെ ജീവാണുക്കളുടെയും കൂടെ സംഭാവനയാണ്. നമ്മൾ ഇന്ന് ഈ രാസവളവും മറ്റുള്ള കീടനാശിനികളും പലതും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ അണുക്കളുടെ ജീവാണുക്കളുടെ എണ്ണം ഈ കൃഷിസ്ഥലത്ത് കുറഞ്ഞു. അവയുടെ ഭൂമിയിലേക്കുള്ള അല്ലെങ്കിൽ ആ കൃഷിസ്ഥലത്ത് അവർ നൽകുന്ന ആ സംഭാവന കുറഞ്ഞു. കാരണം അവരുടെ എക്സിസ്റ്റൻസിനെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് നമ്മൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലം കഴിയുന്തോറും രാസവളത്തിൻ്റെ അളവ് കൂട്ടുന്നു, ഈ ജീവാണുക്കളുടെ സംഭാവന ഇല്ലാതാക്കുന്ന, ജീവാണുക്കൾ തന്നെ ഇല്ലാതാകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭൂമിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ജൈവ കൃഷി സമ്പ്രദായത്തിലേക്ക് നീങ്ങണം. നമ്മളൊരു തിരിച്ചുപോക്കിന് നമ്മൾ തയ്യാറാകണം. ആ തിരിച്ചുപോക്കിന് നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ മനുഷ്യനും മനുഷ്യൻ്റെ ഒപ്പം മറ്റുള്ള ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് രാസവളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ നമ്മൾ രാസവളം ഉപയോഗിച്ച് നമ്മൾ കൃഷി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുകയാണ്, അത് ഇല്ലാതാക്കുകയാണ്. പല ജീവജാലങ്ങളും അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഭൂമിയിലെ ജലത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഭൂമിയിലെ മണ്ണിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം നമ്മൾ ക്രമേണ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും ശുദ്ധമായ രീതിയിൽ ജൈവികമായിട്ട് ജൈവവളം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് അസോളയുടെ ഒപ്പം തന്നെ ചില സയനോ ബാക്ടീരിയകളും ഉപയോഗിച്ചുള്ള ജൈവവളമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അസോള എന്ന് പറയുന്ന ഒരു വെള്ളത്തിൽ വളരുന്ന ഒരു പായൽ എന്ന് വേണേൽ പറയാം, ഒരു വാട്ടർ ഫേണാണ് അസോള. ഈ അസോളയിൽ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരു തരം സയനോ ബാക്ടീരിയകളുണ്ട്. ഈ സയനോ ബാക്ടീരിയ അസോളയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് അത് അന്തരീക്ഷത്തിലെ നൈട്രജൻ ആഗീകരണം ചെയ്യുന്നു. അപ്പോൾ ഈ അസോളയിൽ നൈട്രജൻ്റെ അളവ് ഏകദേശം സാധാരണ മണ്ണിന് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു നൈട്രജൻ്റെ ലെവല് അസോളയിലൂടെ ലഭിക്കുന്നു. ഏകദേശം 40% പ്രോട്ടീൻ സമ്പുഷ്ടമാണ് അസോള എന്ന് പറയുന്നത്. ഈ അസോളയും അതേസമയം തന്നെ മറൈൻ ഫിഷസ് അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളും കൂടെ ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഇവയെ കമ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചകിരിച്ചോറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. വളരെ പാകമായി കിടക്കുന്ന ചകിരിച്ചോറും അതിൻ്റെ കൂട്ടത്തിൽ അസോളയും കടൽ മത്സ്യങ്ങളും
ഒപ്പം ഇവയെ ഡീകമ്പോസ് ചെയ്യുന്നതിന് വേണ്ടി, കമ്പോസ്റ്റ് ആക്കുന്നതിന് വേണ്ടി മഷ്റൂംസും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക അനുപാതത്തിൽ ഉപയോഗിച്ച് 3 മാസം കൊണ്ട് ഞാൻ അസോള ഉപയോഗിച്ചുള്ള ഒരു ജൈവവളം, അസോളയും ചകിരിച്ചോറും കടൽ മീനും ഫംഗസും ഉപയോഗിച്ച്, മഷ്റൂമും ഉപയോഗിച്ച് ഒരു ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ജൈവവളത്തെ പിന്നെയും കൂടുതൽ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി പലതും ആഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് തേങ്ങാവെള്ളമുണ്ട്, ചാരമുണ്ട്, സ്ലറിയുണ്ട്. ഇങ്ങനെയുള്ള പല സാധനങ്ങളും ജൈവികമായിട്ടുള്ള സാധനങ്ങൾ തന്നെ കൂട്ടിച്ചേർത്തിട്ടാണ് അസോള പ്ലസ് എന്ന് പറയുന്ന ഒരു ജൈവവളം ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നാച്ചുറലായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ധാതുക്കളും അതിനകത്ത് ലഭ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ NPK കൊടുക്കുമ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വേറെ ചില വളങ്ങൾ കൊടുക്കുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ വളം മാത്രം, അല്ലെങ്കിൽ പർട്ടിക്കുലർ മൂലകങ്ങൾ മാത്രം, ഒരു പ്രത്യേക മൂലകങ്ങൾ മാത്രമേ നമ്മൾ ആ വളത്തിൽ കൊടുക്കുന്നുള്ളൂ. എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാ മൂലകങ്ങളും, ഇപ്പം അസോള ഉപയോഗിക്കുന്നു, കടൽ മീൻ ഉപയോഗിക്കുന്നു, ചാരം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ജൈവ അംശങ്ങളും ചേർക്കുന്നത് വഴി ഈ വളത്തിൽ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട മൂലകങ്ങളും, അതിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ജൈവവളമാണ് അസോള പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊന്ന് ഞാൻ ചെയ്യുന്നത് സൈനോ ബാക്ടീരിയ ഉപയോഗിച്ചും ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്. സൈനോ ബാക്ടീരിയ ഉപയോഗിച്ച് ജൈവവളം ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും പുറത്തുനിന്നുള്ള ഒരു സൈനോ ബാക്ടീരിയ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന സൈനോ ബാക്ടീരിയയെ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകളെ ഉപയോഗിച്ചാണ് ജൈവവളം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ജീവാണുക്കളെ കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തിടുമ്പോഴേക്കും അതിൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്കും ചെറിയ മാറ്റം വരുത്തുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ബ്ലൂ ഗ്രീൻ ആൽഗകളുണ്ട്, അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയകളുണ്ട്. അതാത് സ്ഥലത്തുള്ള സൈനോ ബാക്ടീരിയകളെ തന്നെ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള വളമായിട്ട് മാറ്റുന്നതിന് ഞാൻ അവയെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈനോ ബാക്ടീരിയയും ഡെവലപ്പ് ചെയ്ത് സൈനോ ബാക്ടീരിയയുടെ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗൽ ഫെർട്ടിലൈസറും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, പ്ലാസ്റ്റിക്കിന് വിപരീതമായിട്ട്, പ്ലാസ്റ്റിക്കിന് എതിരായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിൽ നിന്ന് ഞാനിപ്പോൾ വേറൊരു കാര്യം ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് സീഡ്ലിങ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. നമുക്കറിയാം ഇപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ നേഴ്സറി ബാഗുകളാണിന്ന് മാർക്കറ്റിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത് തന്നെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടും കുടുംബശ്രീയിലൂടെയൊക്കെ ധാരാളം നേഴ്സറി ബാഗുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓരോ ഭൗമദിനം ആഘോഷിക്കുമ്പോഴും, എർത്ത് ഡേ ആഘോഷിക്കുമ്പോഴും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും, അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് പ്രകൃതി സ്നേഹം അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കുറേ മരം വെച്ച് പിടിപ്പിക്കലാണ്. നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കണം, ഈ എൻവയോൺമെൻ്റൽ ഡേ അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ ഓരോ പരിസ്ഥിതി ദിനത്തിനും ഓരോ മുദ്രാവാക്യമുണ്ട്. അപ്പോൾ പല വർഷങ്ങളിലും പരിസ്ഥിതി ദിനത്തിന് നമ്മൾ പുറപ്പെടുവിക്കുന്ന മുദ്രാവാക്യങ്ങൾ, നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പ്ലാസ്റ്റിക്കിനെ ബീറ്റ് ചെയ്യണം, പ്ലാസ്റ്റിക്കിനെ ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലും മറ്റ് പല NGOസും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ലക്ഷക്കണക്കിന് നേഴ്സറി ബാഗുകൾ പ്ലാസ്റ്റിക്കിൻ്റെ, അതും റീസൈക്കിൾ ചെയ്യപ്പെടാത്ത രീതിയിലുള്ള നേഴ്സറി ബാഗുകൾ, ആ നേഴ്സറി ബാഗിലാണ് നമ്മൾ ചെടി പിടിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഇത് ശരിക്കും വിരോധാഭാസമല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പ്ലാസ്റ്റിക്കിനെ ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻവയോൺമെൻറ്റ് ഡേക്ക് ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് കൂടിനകത്ത് നിറച്ച തൈകളാണ് നമ്മളിന്ന് സംഭാവന ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ വിഷമം ഓർത്തിട്ടാണ് ഞാൻ അതിന് പകരമായിട്ട് ജൈവ വളം കൊണ്ട് തന്നെയുള്ള കുറേയൊക്കെ
സ്റ്റേബിളായിട്ടിരിക്കത്തക്ക രീതിയിൽ ഒരു 2-3 ആഴ്ചയെങ്കിലും പോകാത്ത രീതിയിലിരിക്കുന്ന സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പോട്ട്സ് ഉണ്ടാക്കുന്നത്, പുച്ചുചട്ടികൾ. അതായത് നമ്മുടെ പേപ്പർ കപ്പിനേക്കാൾ വലിയ സൈസിലോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സൈസിലോ വിത്തിന് ആനുപാതികമായിട്ടുള്ള ആ വിത്ത് വളർന്നു വന്നാൽ എന്തുമാത്രമാകും, അതൊരു നഴ്സറിയിൽ തൈയാകുന്നതിന് പകരം നഴ്സറി തൈയാകുന്നത് വരെ അതിന് നിലനിൽക്കുന്നതിന് ആവശ്യത്തിനുള്ള വളവും അത് കഴിഞ്ഞും കുറച്ച് നാൾ അതിന് നല്ല രീതിയിൽ വളരാനുള്ള വളവും കൂടെ കൊടുത്തുള്ള ചട്ടി. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെയുള്ള നഴ്സറി പോട്ട് ഉപയോഗിക്കുന്ന വഴി നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്, നമ്മൾ ആ ചെടിക്ക് ആവശ്യത്തിനുള്ള വളം അതിനകത്ത് തന്നെയുണ്ട്. മൂന്നാമത്, നമ്മളത് പറിച്ച് നടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള ഷോക്ക് ഇല്ലാതാക്കുന്നു, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നു, ചെടിക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രകൃതിയോടുള്ള സ്നേഹം കാണിക്കുന്ന കുറച്ച് മുദ്രാവാക്യം വിളിയിലൂടെയോ അല്ലെങ്കിൽ താൽക്കാലം നമ്മുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മളെ ഹരിത പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ആഡംബരമൊന്നുമല്ല. ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ ഭൂമിയെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ പറ്റും, അല്ലെ ഭൂമിയെ നമുക്ക് സുസ്ഥിരമാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ലോക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് നമ്മൾ പറയുന്നത്. അത് വേറെ വല്ല ഏജൻസികളോ ഗവൺമെൻറ്റിൻ്റെ പല ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ NGO അതുപോലെ അവർ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതെ നമ്മൾ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പം ചെയ്ത ഒരു നിസ്സാര കാര്യം മാത്രമാണ്. നഴ്സറി തൈ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് ഇല്ലാതെ ഒരു വളം കൊണ്ട് തന്നെയുള്ളൊരു ചട്ടി ഉണ്ടാക്കി അതിനകത്ത് വിത്തിട്ട് കിളുത്ത് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് അതുപോലെ തന്നെ മണ്ണിലേക്ക് വയ്ക്കുക. പക്ഷേ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റിൽ 1 ദശലക്ഷം പ്ലാസ്റ്റിക് കുപ്പികളാണ് ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു വർഷം ഏതാണ്ട് 170 പ്ലാസ്റ്റിക് കുപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷം ഒരാൾ ഉപയോഗിക്കുന്നത് 170 പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ ഒരു വീട്ടിലുള്ള കൂടുതൽ മെമ്പേഴ്സുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളൊരു വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുമാത്രം പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകൾ, എന്തുമാത്രം പ്ലാസ്റ്റിക് ബാഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസവും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നതിന് പകരം മറ്റുള്ള തുണി കൊണ്ടുള്ള മറ്റുള്ള സഞ്ചികളോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ വരുന്നു, അതിനേക്കാൾ ഉപരി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു. ഇത് പ്ലാസ്റ്റിക് മണ്ണിൽ കിടന്നാലോ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് പരിസ്ഥിതിക്കാണ് ദോഷം ചെയ്യുന്നത്. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് പ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന പോലെ പരിസ്ഥിതി പ്രശ്നത്തിനെ അല്ല പ്ലാസ്റ്റിക് വരുത്തുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്ലാസ്റ്റിക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ മാരകമാണ് പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബോഡിക്കകത്ത് തന്നെ അല്ലെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഒത്തിരി പ്ലാസ്റ്റിക്കുകളുണ്ട്. അതായത് പലപ്പോഴും മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ബ്ലഡിൽ വെയിൻസിനെ ഹാർട്ടിലോ അല്ലെങ്കിൽ തലച്ചോറിലുള്ള ക്യാപ്പിലറീസിനെ ബ്രേക്ക് ചെയ്യുന്ന അനവധി മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാകുന്നതും ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം സാധാരണ ഒരു പ്ലാസ്റ്റിക് മണ്ണോട് ചേരണമെങ്കിൽ ചിലപ്പം 10,000 വർഷം എടുക്കേണ്ടി വരും. അത് പൊടിഞ്ഞാണ് തീരുന്നത്, അല്ലാതെ ഇല്ലാതാവുകയല്ല. അപ്പോൾ ആ പൊടിഞ്ഞു വരുന്ന അംശത്തിനെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ കുടിവെള്ളത്തിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ട്. നമ്മൾ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ നമ്മൾ വെള്ളം മേടിച്ച് ഉപയോഗിക്കുമ്പോഴും അതിനകത്തും കുറേ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു നിസ്സാര പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ
സുസ്ഥിരത വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സുസ്ഥിരത എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്കും കൂടെ അനുഭവിക്കാനായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വരും തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ കിട്ടാതെ വരികയാണ്. ഇപ്പം നമ്മളാരും ഒട്ടും ഗൗരവമായിട്ട് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ പോയി ദിവസവും ഷവറിൽ കുളിക്കുന്നുണ്ട്. നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ 100 ലിറ്റർ വെള്ളമാണ് ആവറേജ് ഉപയോഗിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒരാൾ ഷവറിൽ കുളിക്കുന്ന സമയത്ത് 100 ലിറ്റർ വെള്ളം അയാൾ ഉപയോഗിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ ബക്കറ്റിലാണ് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 25-30 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് മാറുമാണ് നമ്മൾ ബാത്ത് ടബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയോ ഇരട്ടി വെള്ളമാണ് നമ്മൾ വേസ്റ്റാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു നിസ്സാര കാര്യമെന്ന് പറയുന്നത്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ 1 കിലോ ഗോമാംസം അല്ലെങ്കിൽ 1 കിലോ ബീഫ് നമ്മൾ ഉപയോഗിക്കുന്നു. 1 കിലോ ബീഫ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഏതാണ്ട് 15,000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ 1 കിലോ ബീഫ് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ 1 കിലോ ഗോതമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1500 ലിറ്റർ വെള്ളം മതി. അപ്പോൾ അത്രയും വെള്ളം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്തുമാത്രം സസ്യങ്ങളും അത് ഉപയോഗിച്ചതിന് ശേഷമാണ് അത് 1 കിലോ അത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആഹാരമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മാംസാഹാരം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വെള്ളത്തിൻ്റെ അളവ് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുമാത്രം വെള്ളം കുറയ്ക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർഗമനവും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാർബൺ ഡൈ ഓക്സൈഡിന് ശേഖരിച്ചു വച്ചിരുന്ന ആ ഒരു സസ്യമാണത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിങ്കായിട്ട് പ്രവർത്തിക്കുന്ന സസ്യജാലങ്ങളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനവും അപ്പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്റ്റോറേജും കൂടുതലായിട്ട് നടക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം ഒരാൾക്ക് വേണ്ടി നമ്മളിപ്പം നമ്മുടെ വാഹനം എടുത്ത് പോകുന്നു. നമ്മൾ 1 കിലോമീറ്റർ നമ്മുടെ വാഹനം എടുത്ത് ഉപയോഗിച്ച് നമ്മൾ പോകുമ്പോഴേക്കും ഏകദേശം 270 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി 1 കിലോമീറ്റർ പോകുമ്പോൾ നമ്മൾ കളയുന്നത്. പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ സൈക്കിളിൽ പോവുകയാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് വിടുന്നില്ല. അപ്പോൾ കാർബൺ ഫുട് പ്രിൻ്റ് നോക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന പല പ്രവൃത്തികളും വളരെ ഗൗരവമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ചുവന്ന കളറുള്ള ഒരു ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ചുവന്ന കളറുള്ള ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവാക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ള വെള്ള വസ്ത്രം അല്ലെങ്കിൽ വേറെ ചില വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും അത്രയും വെള്ളം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തുമാത്രം വേസ്റ്റായിട്ടാണ് നമ്മൾ എനർജി ഉപയോഗിക്കുന്നത്. നമ്മൾ അത്രയും എനർജി നമ്മൾ സാധാരണ ലൈറ്റും ഫാനും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കറണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട. അത്രയും കറണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോസിൽ ഫ്യൂവൽ കത്തിച്ച് വരുന്ന കറണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ നമ്മളവിടെ ഒരു LED ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 75% വൈദ്യുതി ഉൽപ്പാദനത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ കുറേ സസ്റ്റൈനബിളായിട്ടുള്ള ഭൂമിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമുള്ള ചില ജൈവവളങ്ങളും ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ വളരെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ഉള്ള ചില ഉൽപ്പന്നങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സീഡ് പോട്ട് ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ ഫോം നമുക്കെല്ലാവർക്കും അറിയാം. ഓയാസിസ് എന്ന് പറയുന്നത് വളരെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മളാരും അറിയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന
ഓയാസിസ് നമ്മൾ ചെടികളെ ഫ്രഷായിട്ട് നിർത്താനായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ ആ കമ്പനിയെ മോശം പറയുകയല്ല, നമുക്ക് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് ചെടിയെ ഫ്രഷായിട്ട് നിർത്തുന്നതിന്. പക്ഷേ അത് മണ്ണോട് ചേരുമ്പോഴല്ലേ, അത് വെള്ളത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ഒത്തിരി മാരകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വസ്തുക്കൾ ആർക്കെങ്കിലും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ ചില പ്രത്യേക ടെക്നിക്കോടുകൂടി ചില ഓർഗാനിക്കായിട്ടുള്ള ചകിരിച്ചോറ് പോലുള്ള ചില ജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള ചില പ്രോഡക്ട്സും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.